കുറച്ച് ടെർമിനോളജീസ് പഠിച്ചിരുന്നു. ഡിസ്റ്റൻസ്, സെന്റർ, എസെൻട്രിസിറ്റി, 3 കാര്യങ്ങൾ പഠിച്ചു. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു തിയറം, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. പഠിച്ച് നിർത്തിയിരിക്കുന്നത് ട്രീ ഹാസ് ഐദർ 1 or 2 സെന്റേഴ്സ് എന്ന തിയറത്തിലാണ് നിർത്തിയിരിക്കുന്നത്. എല്ലാ മൊഡ്യൂളും കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് അയക്കാറുണ്ട്. മാത്രമല്ല വീക്കിലി നമ്മൾ പഠിപ്പിക്കുന്ന പോർഷൻസ് വരെയുള്ള നോട്ട്സും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിപ്പിച്ചതൊക്കെ ഇടയ്ക്ക് സമയം പോലെ നിങ്ങളുടെ സമയം അനുസരിച്ച് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് വായിക്കുകയോ എഴുതി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പഠിക്കുന്ന ടൈമിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതൊക്കെയാണ് ഈസി ആയിട്ടുള്ള ടോപ്പിക് എന്നും പെട്ടെന്ന് പഠിച്ചാൽ കിട്ടുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ഒരു അറിവുണ്ടാവും. എക്സാമിന്റെ തലേന്ന് നമുക്കത് നോക്കിയാൽ പെട്ടെന്നെല്ലാം ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. ഒരു മൊഡ്യൂളിൽ കുറച്ച് കടുപ്പുള്ള ടോപ്പിക്സും എന്നാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് അത് ക്ലിയർ ആവുന്ന ടോപ്പിക്സുകളും ഉണ്ട്. തേർഡ് മൊഡ്യൂള് പൊതുവെ കുറച്ച് ലെങ്തി മൊഡ്യൂൾ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാം മനസ്സിലാക്കുന്ന തിയറംസും ചെറിയ ചെറിയ ഡെഫിനിഷൻസ്, ടെർമിനോളജീസ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ടോപ്പിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മറ്റൊരു ടെർമിനോളജിയാണ് റേഡിയസ് ആൻഡ് ഡയാമീറ്റർ. റേഡിയസ് ആൻഡ് ഡയാമീറ്റർ ഓഫ് എ ട്രീ. ഞാൻ റേഡിയസും ഡയമീറ്ററും പറയുന്നതിന്റെ ഒപ്പം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച 3 ടെർമിനോളജീസ്, അതായത് 3 ഡെഫിനിഷൻസ് ട്രീയോ ഗ്രാഫിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഡിസ്റ്റൻസ്, എസെൻട്രിസിറ്റി, സെന്റർ. ഓക്കെ, നൗ റേഡിയസ്, ഡയമീറ്റർ. റേഡിയസും ഡയമീറ്ററും സെന്ററൊക്കെ സർക്കിളിലാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രീ ഓർ ഗ്രാഫിന്റെ കേസിൽ എന്താണ് എന്നുള്ളത്, ഡിസ്റ്റൻസ് ഈസ് ദ, ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. ആ ഗ്രാഫിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് വി ഹാവ് ടു ഫൈൻഡ് ഡി ഓഫ് യു വി, വെർട്ടെക്സ് യു ടു വി. യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത്, യുവിൽ നിന്ന് വിയിലേക്ക് ഏറ്റവും ചെറിയ പാത്ത് ഏതാണോ അതിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ട്രീ ദർ ഇസ് ഓൺലി 1 പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടെക്സ്. ട്രീയുടെ കേസിൽ ഏത് 2 വെർട്ടെക്സ് എടുത്താലും അവർക്കിടയിൽ യുണീക്ക് പാത്ത് ആണ് എന്നുള്ളത് ട്രീയുടെ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ഒരൊറ്റൊരു പാത്ത് ഉള്ളൂ. ദെർഫോർ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയേണ്ട, ദാറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ബിറ്റ്വീൻ യു ആൻഡ് വി. Now eccentricity. Eccentricity is the maximum of d of u അല്ലെങ്കിൽ v എന്ന വെർട്ടെക്സ് ആണെങ്കിൽ the other vertices in the graph. ഒരു ഗ്രാഫിലെ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ കാണിച്ചതാണ്, എന്നൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലിയർ ആവും. വി എന്ന വെർട്ടെക്സിൽ നിന്ന് മറ്റുള്ള വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ മാക്സിമം, ഏത് ഡിസ്റ്റൻസ് ആണോ മാക്സിമം വരുന്നത് അതാണ് ആ ഗ്രാഫിന്റെ അല്ലെങ്കിൽ ട്രീയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിച്ച എസെൻട്രിസിറ്റികളിലെ മിനിമം എസെൻട്രിസിറ്റി വരുന്ന the vertex with the minimum eccentricity, ആ വെർട്ടെക്സിനെയാണ് സെന്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ എസെൻട്രിസിറ്റി കണ്ടു, അതിലെ മിനിമം എസെൻട്രിസിറ്റി വരുന്ന വെർട്ടെക്സ് ഏതാണോ അതാണ് സെന്റർ. എത്രയാണോ മിനിമം എസെൻട്രിസിറ്റി അതാണ് റേഡിയസ്. ഓക്കെ, സെന്റർ ഹാവിംഗ് മിനിമം എസെൻട്രിസിറ്റി, ആ എസെൻട്രിസിറ്റിയാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡയാമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത്. ഓക്കെ, diameter is the length of the longest path. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് radius and diameter. Radius is the eccentricity of the center. ഏതാണോ സെന്റർ അതിന്റെ എസെൻട്രിസിറ്റി ആണ് റേഡിയസ്.
ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് പാത്ത് ആണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഡെഫിനിഷൻസിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നു റേഡിയസ് ആൻഡ് ഡയാമീറ്റർ. ഓക്കെ, നൗ ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എസെൻട്രിസിറ്റി ഡിസ്റ്റൻസ് ഒക്കെ കാണുന്ന ഒരു പ്രോബ്ലം. ദിസ് ഇസ് എ ഗ്രാഫ്, നോട്ട് എ ട്രീ. നമുക്കൊരു ട്രീ എന്ന ചാപ്റ്റർ ആണെങ്കിൽ കൂടി നമ്മൾ ഗ്രാഫ് തരുമ്പോൾ അത് ഗ്രാഫാണ് ട്രീ ആണ് എന്നൊന്ന് മനസ്സിലാക്കണം. ബിക്കോസ് ഇറ്റ് ഹാസ് സൈക്കിൾ, therefore it's not a tree. It's a graph G, vertices A, B, C, D, E and F. Now we have to compute D of AF, which means distance from A to F and distance from P to E. A എന്ന വെർട്ടെക്സിൽ നിന്ന് എഫ് എന്ന വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ്? ആ ഷോർട്ടസ്റ്റ് പാത്തിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഇവിടെ ഡയറക്റ്റ് ഒരു പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ 2 എഡ്ജ് ആയിരുന്നു വരാളായിരുന്നു അല്ലെ. എയിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഡിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഹാസ് 2 എഡ്ജ്. പക്ഷെ അങ്ങനെ ഒരു പാത്ത് ഇല്ല. ദ പാത്ത് ഫ്രം എയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു, സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നു, ദെൻ എഫിലേക്ക്. It has length 3 and we have another path A to B, B to D, D to F. രണ്ടിനും പാത്തിലിന്റെ ലെങ്ത് 3 ആണ്. Therefore distance from A to F is 3. Similarly B to E. B യിൽ നിന്ന് ഇയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത് കൊടുക്കാം അല്ലെ. B to A, A to C, C to D, D to E. It has length 1, 2, 3, 4. 4 ആണ് ആ പാത്തിന്റെ വരിക. നമുക്ക് വേണ്ടത് ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. വി ഹാവ് എ ഷോർട്ടസ്റ്റ് പാത്ത് വിത്ത് 2 എഡ്ജസ്, D to D, D to E. So the length, ഷോർട്ടസ്റ്റ് ലെങ്ത് 2 ആണ്. D of BE, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആയിരുന്നു. രണ്ടാമത്തത് വി ഹാവ് ടു ഫൈൻഡ് എസെൻട്രിസിറ്റീസ് ഓഫ് ദ ഗ്രാഫ്. എല്ലാ വെർട്ടെക്സിന്റെയും എസെൻട്രിസിറ്റി കാണണം. അപ്പൊ നമുക്ക് ആദ്യം എ എന്ന വെർട്ടെക്സിന്റെ എസെൻട്രിസിറ്റി, ബി, സി, ഡി, ഇ, എഫ് ആൻഡ് സോ ഓൺ എല്ലാ വെർട്ടെക്സും കാണണം. നൗ ഇ ഓഫ് എ ഇസ് ഇക്വൽ ടു, ബൈ ഡെഫിനിഷൻ മാക്സിമം ഓഫ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എയിൽ നിന്നുള്ള ഇനി എ എന്ന വെർട്ടെക്സിൽ നിന്നുള്ള ബാക്കിയുള്ള വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോ എ പെയറിംഗ് വിത്ത് എ ബി, ദെൻ എ സി, എ ഡി, AE and AF. Okay. A pairing all other vertices in the graph, above graph. ഇനി നമ്മൾ ലിസ്റ്റ് ചെയ്യണം ഈ ഡിസ്റ്റൻസ് ഏതാണ് ലിസ്റ്റ് ചെയ്യണം. So distance is the shortest path length. So A to B shortest path length, this is 1. അപ്പോൾ ലിസ്റ്റ് ചെയ്യുക. That is 1. AC നിങ്ങൾ ചെക്ക് ചെയ്യുക. You can verify A to C. That is length again 1. A to D, that is length 2. A യിൽ നിന്ന് D യിലേക്ക് length 2. Okay. A to D length 2 കാണാം. A to E length 3 കാണാം. A to F length also 3 കാണാം. That is 1, 1, 2, 3, 3. So its maximum is number 3. So E of A, eccentricity of the vertex A is equal to 3. Now we have to find all other eccentricities like E of B, E of C, E of D, E of E and E of F. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഇതുപോലെ തന്നെ നമ്മൾ എ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഇനി മാക്സിമം ഓഫ് പെയർ വിത്ത് ബി എന്ന വെർട്ടെക്സുമായിട്ട് പെയർ ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിന്റെയും എന്താ കാണണം ഡിസ്റ്റൻസ് കണ്ടിട്ട് അതിന്റെ മാക്സിമം ആണ് എസെൻട്രിസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത്. ഓക്കെ, so we get after the calculations ഇതെല്ലാം എല്ലാ ഡിസ്റ്റൻസും നോക്കി അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 2 ആയിരിക്കും. You can verify your own. And E of C എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തം വെരിഫൈ ചെയ്യണം കേട്ടോ.
E of D is equal to 2, E of E equal to 3, and E of F equal to 3. Now we have to find the center of the graph. Third question, center of graph ആണ്. Center of G is equal to ഏതൊക്കെ വെർട്ടെക്സിനാണോ മിനിമം എസെൻട്രിസിറ്റി വന്നിരിക്കുന്നത്. നമുക്കിവിടെ എ മുതൽ എഫ് വരെയുള്ള എല്ലാ എസെൻട്രിസിറ്റികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3, 2, 2, 3, 3 ആണ്. അപ്പൊ അതിലെ മിനിമം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ 3 2 ഉണ്ട്. ദാറ്റ് ഇസ് 2 വരുന്നത് മിനിമം വരുന്നത് 3 വെർട്ടെക്സ് ആണ്. അപ്പൊ നമുക്ക് പറയാം സി ഡി and D. B, C, D are the centers of the graph. B, C, D are the centers of the graph because it has minimum eccentricity. So the centers are B, C, D. Now for the question, radius of G. Radius എന്ന് പറയുന്നത് മിനിമം എസെൻട്രിസിറ്റി, അതായത് സെന്ററിന്റെ എസെൻട്രിസിറ്റി എത്രയാണോ അതാണ് റേഡിയസ്. സെന്ററിന്റെ എസെൻട്രിസിറ്റി 2 ആണ്. That is 2. And final question, diameter means the longest path length. ആ ട്രീയിലെ ഓർ ഗ്രാഫിലെ ലോങ്സ്റ്റ് പാത്ത് ഏതാണോ ആ ലെങ്ത് ആണ്. നമുക്ക് എ ടു എഫിലേക്കുള്ള മാക്സിമം വരുന്നത് 3 ആണ് ഏറ്റവും വലിയ പാത്ത് ലെങ്ത് ആയിട്ട് വന്നത്. That is equal to അപ്പൊ നമ്മൾ ഒരൊറ്റ പ്രോബ്ലത്തിൽ തന്നെ ഈ ഇത്രയും 5 ഡെഫിനിഷൻസിന്റെ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ റേഡിയസ് സെന്റേഴ്സ് ബി സി ഡി 3 സെന്റർ വന്നത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറം 3.8 നമ്മൾ പഠിച്ചത് എ ട്രീ ഹാസ് ഐദർ 1 or 2 സെന്റേഴ്സ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറം. ഈ തിയറത്തിൽ പറയുന്നത് ഒരു ട്രീക്ക് 1 അല്ലെങ്കിൽ 2 സെന്റേഴ്സ് ആണ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച ഗ്രാഫില് ബി സി ഡി 3 സെന്റേഴ്സ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഗ്രാഫ് നോട്ട് എ ട്രീ. അപ്പൊ ട്രീയുടെ കേസിലാണ് അതിന് 1 അല്ലെങ്കിൽ 2 സെന്റേഴ്സ് ഉണ്ടാവുക. അല്ലാത്ത കേസിൽ എത്ര വെർട്ടെക്സോ എത്രയാണോ അതിൽ നമുക്ക് മിനിമം എസെൻട്രിസിറ്റി കിട്ടുന്നത് അതാണ് ആ ഗ്രാഫിന്റെ സെന്റേഴ്സ്. അപ്പൊ നോട്ട് ചെയ്യുക, ട്രീ ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2 സെന്റേഴ്സ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രീ തന്നിട്ട് നിങ്ങൾക്ക് 3 സെന്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൂഫ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ആണ്. ഓക്കെ, now ഒരു ക്വസ്റ്റ്യൻ ആണ്. It's connected to radius and diameter. Question, prove that the radius of a tree may or may not be half of its diameter. അതായത് നമുക്കൊരു സർക്കിളിന്റെ കേസിൽ അറിയാം റേഡിയസ് ഈസ് ഇറ്റ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ടൈംസ് ഇറ്റ്സ് റേഡിയസ്. നമുക്കിവിടെ ട്രീയുടെ കേസിൽ ഇത് നേർപകുതിയാണോ, ഡയമീറ്ററിന്റെ പകുതിയാണോ റേഡിയസ് എന്നുള്ളത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് മേ ഓർ മേ നോട്ട് ബി, അതായത് പകുതിയാകാം അല്ലെങ്കിൽ ആവാതിരിക്കാം. അങ്ങനെ അത് പ്രൂവ് ചെയ്യാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയാമീറ്ററിനെ ഞാനിവിടെ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡയാമീറ്റർ ലെങ്ത് ഈവൻ വരുന്ന കേസും ഓഡ് വരുന്ന കേസും 2 കേസ് സെപ്പറേറ്റ് എടുക്കാം. അപ്പൊ ഡയമീറ്റർ ഞാൻ ഇവിടെ റാൻഡംലി ലെങ്ത് 4 വരുന്നത് ബിക്കോസ് ഇറ്റ്സ് ഈവൻ നമ്പർ. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ എന്താണ് അതായത് ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത് ആണ്. ആ ഒരു ട്രീയിലെ ഏറ്റവും
മാക്സിമം ലോങ്സ്റ്റ് ലെങ്ത് ആണ് അല്ലെ? ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് പാത്ത്, ഏറ്റവും നീളമുള്ള പാത്തിന്റെ ലെങ്ത് ആണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ലെങ്ത് ഈവൻ ആയിട്ട് വരുന്ന കേസും ആ ലെങ്ത് ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, കൺസിഡർ ഇറ്റ്സ് നോട്ട് എ ജനറൽ കേസ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് ജനറലൈസ് ചെയ്ത് പറയാം. അപ്പോ ഓഡും ഈവനും വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റേഡിയസ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ട്രീ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു ട്രീ വരയ്ക്കാം. എന്താണ് ഡയാമീറ്റർ, അതായത് അതിന്റെ മാക്സിമം ലെങ്ത്, മാക്സിമം ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് 4 ആയിരിക്കണം, അതാണ് ഡയാമീറ്റർ. ഇപ്പോ ഈ ഒരു വെർട്ടെക്സിലേക്കുള്ള ലോങ്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ എത്രയായി? ഈ വെർട്ടെക്സിലേക്കുള്ള ലോങ്സ്റ്റ് പാത്ത് ഇതാണ് 4. അപ്പൊ 4 വന്നു. ഡയാമീറ്റർ ഈ ഒരു വെർട്ടെക്സിന് 4 ആണ്. ഓക്കെ, നമുക്കിനി ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാം. സെന്റർ കണ്ടുപിടിച്ചാലാണ് റേഡിയസിലേക്ക് എത്തുള്ളൂ. കാരണം സെന്ററിന്റെ എസെൻട്രിസിറ്റി ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഈ ഒരു വെർട്ടെക്സ് എടുത്തത് ഇതിന്റെയൊക്കെ എസെൻട്രിസിറ്റീസ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാനിവിടെ നോക്കാം. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഡിസ്റ്റൻസ് അല്ലെ? മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു വെർട്ടെക്സിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം എന്ന് പറയുന്നത് 3 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. അല്ല, നിങ്ങൾക്ക് ഇനി എസെൻട്രിസിറ്റി ഓരോ ഈ വെർട്ടെക്സുകൾക്ക് പേര് കൊടുത്തിട്ട് സെപ്പറേറ്റ് എഴുതി കണ്ടുപിടിച്ചാലും ഓക്കെ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാതെ നമുക്കല്ലാതെ തന്നെ ഇത് ചെയ്യാമല്ലോ. കാരണം എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ വെർട്ടെക്സ് ടു അനദർ. അപ്പൊ എയിൽ നിന്ന് ഇയിലെത്തണമെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ ബി ടു ഇ 3 ആണ്. സി ടു എയും സി ടു ഇയും 2 ആണ്. ഡി ടു എന്താണ്? ഡി ടു എ അതാണ് മാക്സിമം വരിക അല്ലെ? ഡി ടു ഇ വന്നു കഴിഞ്ഞാൽ 1 ഉള്ളൂ. ഡി ടു എ ആണ് മാക്സിമം, ദാറ്റ് ഇസ് അഗൈൻ 3. അതുപോലെ ഇ എന്ന വെർട്ടെക്സിൽ 4. അപ്പൊ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ മിനിമം എസെൻട്രിസിറ്റി വരുന്നത് ഇ ഓഫ് എ 4, 3, 2 വെരിഫൈ ചെയ്യാം. ഓക്കെ, മിനിമം എസെൻട്രിസിറ്റി വരുന്ന വെർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് സെന്റർ. ആ സെന്റർ നമുക്ക് സി എന്ന വെർട്ടെക്സ് ആണ് സെന്റർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ അതിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. Therefore, radius of that tree with the diameter 4 വരുന്ന ആ ട്രീയുടെ റേഡിയസ് 2 ആണ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഈവൻ ലെങ്ത് വരുമ്പോ നമുക്ക് ഡയാമീറ്ററിന്റെ പകുതിയായിട്ട് റേഡിയസ് കിട്ടുന്നുണ്ട്. ഡയാമീറ്റർ 4 ആണെങ്കിൽ നമുക്ക് റേഡിയസ് ഇവിടെ 2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഈവൻ കേസിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ആയിട്ട് എഴുതാം. when d equal to 2k എന്താ പറയാ, റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന ഓഡ് വരുന്ന കേസ് ചെക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ലെങ്ത് ഡയമീറ്റർ ലെങ്ത് 5 വരുന്ന ഒരു ട്രീ വരയ്ക്കാം. ഓക്കെ, 5 ലെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോങ്സ്റ്റ് പാത്തിന്റെ ലെങ്ത് 5 ആയിരിക്കണം. അപ്പൊ എത്ര? 4 ആയുള്ളൂ. ഒന്നുകൂടെ വേണം, 5 ആയി. ഇനി നമുക്ക് ഓരോ വെർട്ടെക്സിന് നമുക്ക് V1, V2, V3, V4, V5, V6 ഓരോന്നിന്റെ എസെൻട്രിസിറ്റി താഴെ കൊടുക്കാം. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് ഇവിടെ 5 വരും, 4 വരും, 3 വരും. അതുപോലെ തന്നെ ഈ വെർട്ടെക്സിന് എത്ര വരാം? മാക്സിമം എന്ന് പറയുന്നത് വീണ്ടും 3 ആണ് അല്ലെ? അപ്പൊ ഈ ഒരു ട്രീക്ക് 2 സെന്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു ട്രീയുടെ സെന്റർ 2 എണ്ണമാണ്. ഓക്കെ, 2 സെന്റേഴ്സ് ആണ്. നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. ട്രീ ഹാസ് ഐദർ 1 or 2 സെന്റേഴ്സ്. 1 or 2 സെന്റേഴ്സ് ആകാം. അപ്പൊ നമുക്ക് ഇവിടെ സെന്റർ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതല്ല പ്രാധാന്യം, സെന്ററിന്റെ എസെൻട്രിസിറ്റി ആണ്. ബിക്കോസ് എസെൻട്രിസിറ്റി ഓഫ് സെന്ററിനെയാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്.
So here radius equal to 3. Diameter എത്രയാണ് 5. Half of its diameter ആണോ റേഡിയസ്? അല്ല. n odd ആയ കേസിൽ നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് ഹോൾഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് ഡയമീറ്റർ ലെങ്ത് ഓഡ് ഇറ്റ്സ് നോട്ട് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജനറലി ഇവിടെ d equal to 2k എടുത്തത് ബിക്കോസ് ഇറ്റ്സ് ഈവൻ നമ്പർ. ഈവനെ ഡിനോട്ട് ചെയ്യുന്നത് 2k എന്നാണ്. സിമിലർലി ഓഡ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം 2k + 1 ആണ്. ഒരു ഈവന്റെ കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? ഓഡ് ആണ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഓഡ് ലെങ്ത് കൺക്ലൂഡ് ചെയ്യാം റേഡിയസ് ഈസ് നോട്ട് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു മേ ഓർ മേ നോട്ട് ബി half of its diameter. Okay, that is the problem. Next heading, rooted and binary trees. റൂട്ടഡ് അതേപോലെ തന്നെ റൂട്ടഡ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സിനെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള വെർട്ടെക്സും എഡ്ജസും വരുന്ന ട്രീയെയാണ് റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത്. ഞാൻ 4 വെർട്ടെക്സ് ഉള്ള ഒരു റൂട്ടഡ് ട്രീ വരയ്ക്കാം. 4 വെർട്ടെക്സ് ആണ്. നാല് വെർട്ടെക്സ് ആണ്. ഓക്കെ, ഇവിടെ എല്ലാത്തിലും ഒരു വെർട്ടെക്സിനെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ള എഡ്ജസും വെർട്ടിസസും എല്ലാം പോകുന്നത്. അത്തരത്തിലുള്ള വെർട്ടെക്സിനെയാണ് റൂട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ റൂട്ട് എന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് all other vertices distinguished from root is known as rooted tree. Definition പറഞ്ഞു കഴിഞ്ഞാൽ if one of the vertex is called a root and is distinguished from others, അല്ലെങ്കിൽ റൂട്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്നു ബാക്കിയുള്ളത്, അത്തരത്തിലുള്ള ഒരു ട്രീയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ട്രീ ആയിരിക്കണം. there is no cycles and it's also connected. അത്തരത്തിലുള്ള ട്രീയെ വിളിക്കുന്ന പേരാണ് റൂട്ടഡ് ട്രീ. ഒപ്പം തന്നെ ബൈനറി ട്രീ. അപ്പൊ റൂട്ടഡ് ട്രീ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൂട്ട് ഫോളോ ചെയ്യുന്നു ബാക്കിയുള്ള വെർട്ടെക്സും. ഓക്കെ, അപ്പൊ റൂട്ട് ആയിരിക്കണം മുകളിൽ, അതിന്റെ കൂടെ എന്താണ് ഒപ്പം ആ ഒരു പൊസിഷനിൽ ആ ഒരു ലെവലില് പിന്നെ വേറൊരു വെർട്ടെക്സ് ഉണ്ടാവരുത്. ഇതിപ്പോ ലെവൽ 0 എന്ന് പറയാം, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഓരോ ലെവൽസ് ആണ്. അപ്പൊ ലെവൽ 0യിൽ ആര് മാത്രമാണ്? റൂട്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, നൗ ബൈനറി ട്രീ. ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ടിന് 2 ചിൽഡ്രൻസ് ആയിരിക്കണം. ഓക്കെ, ഞാനിപ്പോ ഇതൊരു പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2 ചിൽഡ്രൻസ്. ഓക്കെ, പിന്നെ അതിന്റെ ഈ ചിൽഡ്രന്റെ ചിൽഡ്രൻ. അപ്പൊ ഇത് പാരന്റ് ആവും. അപ്പൊ 2 പേരെ നമുക്ക് വരയ്ക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ബൈനറി മീൻസ് 2 ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതിനൊരു കുട്ടി, ഇവിടെ വീണ്ടും 2 കുട്ടി. ഓക്കെ, ഇതാണ് റൂട്ട്. ലെവൽ 0, അടുത്ത ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5. ഇതൊരു ബൈനറി ട്രീ ആണ്. കാരണം നമുക്ക് നോക്കി അറിയാം, റൂട്ടിന് 2 ചിൽഡ്രൻസ് ആണുള്ളത്. അടുത്ത പാരന്റിന് 2 ചിൽഡ്രൻ, 2, 2, 2. ഇവിടെ എത്തിയപ്പോ 1 ചിൽഡ്രൻ. അപ്പൊ ബൈനറി ട്രീയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഹാസ് 2 or 1 children. ഓക്കെ, ഓർ അതർവൈസ് ചിൽഡ്രൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2ൽ കൂടുതൽ ചിൽഡ്രൻസ് ഉണ്ടാവാൻ പാടില്ല.
ഞാൻ അതിന് മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ a binary tree which is exactly one vertex of degree 2. ബൈനറി ട്രീയുടെ ഒരു വെർട്ടെക്സിന് മാത്രം ഡിഗ്രി 2 ആയിരിക്കും. ഓൾ അതേഴ്സ് ഹാവ് ഡിഗ്രി 1 or 3. വെരിഫൈ ചെയ്യാം. നമുക്ക് റൂട്ടിന്റെ ഡിഗ്രി, ഞാൻ ഡിഗ്രിയെ മറ്റൊരു കളറിൽ കാണിക്കാം. റൂട്ടിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി എത്രയാണ്? 1, 2, 3. ഇവിടെ വരുമ്പോഴും 3. ഇത് വരുന്നപ്പോ 1. ഇവിടെ വന്നപ്പോ ഓക്കെ, ഒരു ചിൽഡ്രൻ പോസിബിലിറ്റി പറ്റില്ല. എല്ലാ 2 അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഇല്ല. ദാറ്റ് ഈസ്, അതായത് ഡിഗ്രി ഒരൊറ്റ വെർട്ടെക്സിന് മാത്രമാണ് ഡിഗ്രി 2 വരാൻ പറ്റുള്ളൂ. ഓൾ അതേഴ്സ് ആർ ഡിഗ്രി 1 or 3. നമ്മൾ വരച്ചു നോക്കുമ്പോൾ ഡിഗ്രി തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിഗ്രി 1, ഡിഗ്രി 3, ഡിഗ്രി 1, ഡിഗ്രി 3, 1, 1, 1. ഇതവിടെ വരച്ചിരിക്കുന്നതിൽ അതായത് ഒരു ചിൽഡ്രൻ ആയിട്ട് പറ്റില്ല. ഡിഗ്രി 3, ഡിഗ്രി 1, 1. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എന്താണ്, നമ്മൾ റൂട്ടിനെ ഫോളോ ചെയ്തിട്ടുള്ള ട്രീ ആണ് റൂട്ടഡ് ട്രീ. അതിൽ തന്നെ ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 2 ആയിരിക്കും. ബാക്കിയുള്ള വെർട്ടെക്സിന്റെ ഡിഗ്രി 1 അല്ലെങ്കിൽ 3. ഞാനിവിടെ വരച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു മിസ്സിംഗ് വന്നു. അതായത് ഒരു ഒരു ചിൽഡ്രൻ കുറഞ്ഞു പോയതിന്റെ പ്രശ്നമായിട്ടാണ്. അപ്പൊ അത് ബൈനറി ട്രീ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള ട്രീയെയാണ് ബൈനറി ട്രീ എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 എന്ന ആ ഒരൊറ്റ ഡിഗ്രി വെർട്ടെക്സിന് 2 വന്നത് കൊണ്ടാണ്, ആ 2 ആയതുകൊണ്ടാണ് ഇവിടെ ബൈനറി എന്നുള്ള പേര് ഈ ഒരു ട്രീക്ക് വരാൻ കാരണം. ഓക്കെ, മാത്രമല്ല റൂട്ടിനെ നമ്മൾ അസൈൻ ചെയ്യുന്നത് ലെവൽ 0, എങ്ങനെ ഫോളോ ചെയ്യുന്ന ബാക്കിയുള്ളവരെ ലെവൽ 1, ലെവൽ 2 അങ്ങനെയാണ്. ഏറ്റവും മാക്സിമം, അതായത് ഏറ്റവും കൂടുതൽ എത്രയാണോ ലാസ്റ്റ് ലെവല്, ഇവിടെ 5 ലെവൽ വരെയുണ്ട്. 5 ലെവലിനെയാണ് ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ മാക്സിമം ലെവൽ നമ്പർ ഈസ് നോൺ ആസ് ഹൈറ്റ് ഓഫ് ദി ട്രീ. നൗ പ്രോപ്പർട്ടീസ്. 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, the number of vertices n in a binary tree is always odd. അതായത് ബൈനറി ട്രീയിലെ വെർട്ടിസസുകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച തിയറം ഒക്കെ ഒന്ന് കോട്ട് ചെയ്യണം. തിയറം 1.1 ഹാൻഡ് ഷേക്കിംഗ് തിയറം പഠിച്ചതിന് ശേഷം പഠിച്ച ഒരു തിയറം കോട്ട് ചെയ്താലാണ്. അതായിരുന്നു ആ തിയറം എന്ന് ഞാൻ പറയാം. നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഈസ് ഈവൻ. അപ്പൊ ഇതിന്റെ ഒരു പ്രൂഫ് കൊടുക്കാം. അതായത് ബൈനറി ട്രീയിൽ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതെന്താണ്, ആ n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫിലേക്ക് പോകാം. നമുക്കറിയാം ഒരു ബൈനറി ട്രീയില് ഡിഗ്രി 2 വരുന്ന, അതായത് ഒരു ഈവൻ നമ്പർ വരുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട് അല്ലെ, വെർട്ടെക്സ് നമ്പർ 1, ഡിഗ്രി 2 ആയിട്ടുള്ള എക്സാക്ട്ലി വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ വെർട്ടിസസ് എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ വെർട്ടിസസ് എന്ന് പറയുന്നത് n ആണ്. അപ്പൊ ഒരാള് ഈവൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്നിൽ നിന്ന്
1 കുറച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, n ഫസ്റ്റ് ഒരു വെർട്ടെക്സ് ഈവൻ ഡിഗ്രി ദാറ്റ് ഇസ് 2 വരുന്നുണ്ട്. ബാക്കിയുള്ള വെർട്ടിസസിന്റെ കാര്യം നമുക്കറിയാം. ബാക്കിയുള്ള വെർട്ടിസസ് എന്തായിരിക്കും? എനിബഡി? ഓൾ others have degree. All others has degree. Anyone? Definition of binary tree. A vertex of degree 2 and all others has degree 1 or 3. Yes, 1 or 3, which is an odd number. അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ഈവൻ ദാറ്റ് ഇസ് 2, 1 ഉണ്ട്. പിന്നെ n വെർട്ടെക്സിൽ നിന്ന് n-1, നമുക്ക് ടോട്ടൽ n വെർട്ടെക്സ് ആണുള്ളത്. ആ ഡിഗ്രി 2 ഉള്ള ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ n-1 വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അല്ലെ? n-1 is equal to that is equal to odd എന്നല്ല എഴുതേണ്ടത്. n-1 വെർട്ടെക്സസ് എന്ന് പറയുന്നത് ആർ ഓഡ് ഡിഗ്രി. n- വെർട്ടിസസിന് ഓഡ് ഡിഗ്രി ആണ്. Okay, ഒരു വെർട്ടെക്സ് ഈവൻ, n- വെർട്ടെക്സ് ഹാസ് ഈ ഓഡ് ഡിഗ്രി. Now we got the theorem 1.1. theorem 1.1 പറയുന്നത് the number of ഫസ്റ്റ് മൊഡ്യൂളിലെ theorem, the number of vertices of odd degree is even. Okay, odd degree ഉള്ള വെർട്ടിസസ് എത്രയായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. നമുക്കിവിടെ n-1 വെർട്ടിസസിന് ഓഡ് ഡിഗ്രി ആണ്. അപ്പൊ n-1 എന്ന് പറയുന്നത് ഈ തിയറം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ which is an even number. Therefore we can write n-1 എന്ന് പറയുന്നത് ഈവൻ നമ്പർ വെർട്ടിസസ് ആയിരിക്കും. n-1 is equal to even. So what is equal to n? Even plus 1. ഈവൻ നമ്പറിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാ? 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5, 6ന്റെ കൂടെ ഈവൻ നമ്പറിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ എല്ലാം odd number ആയിരിക്കും. That is the property says that the number of vertices in a binary tree is always odd. That is, we take the number of vertices in a binary tree as n, which is an odd number. So we using theorem 1.1 first module theorem quote ചെയ്തു. പിന്നെ definition of binary tree. Binary tree the definition ഈ 2 vertex വരുന്നത് and all others are 1 or 3 vertices വരുന്നത്. Okay, simple ആയിട്ടുള്ള ഒരു proof. Now move on to second property. Second property statement is that the number of, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തരുന്നത് പ്രൂവ് ദാറ്റ് എന്നോ ഷോ ദാറ്റ് എന്നോ ക്വസ്റ്റ്യൻ വരാം. The number of pendant vertices in a binary tree with n vertices is n+1/2. ഓക്കെ, ഒരു ബൈനറി ട്രീ n വെർട്ടെക്സ് ഉള്ള ബൈനറി ട്രീയില് പെൻഡന്റ് വെർട്ടിസസുകളുടെ എണ്ണം n+1/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതില് പെൻഡന്റ് വെർട്ടിസ് എന്താണെന്ന് കോട്ട് ചെയ്യാണ്. പെൻഡന്റ് വെർട്ടിസസ് ഈസ് ഡിഗ്രി 1 വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണമാണ്. സോറി, ഡിഗ്രി 1 വരുന്ന വെർട്ടെക്സിനെയാണ് പെൻഡന്റ് വെർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 1 ഡിഗ്രി വരുന്ന വെർട്ടെക്സ്, അതായത് ഒരു എഡ്ജ് മാത്രം ഇൻസിഡന്റ് ചെയ്യുന്ന വെർട്ടെക്സുകളുടെ എണ്ണം എത്രയുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നൗ പെൻഡന്റ് വെർട്ടെക്സ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ലെറ്റ് പി ബി ദ പെൻഡന്റ് വെർട്ടിസസുകളുടെ എണ്ണത്തിന് പി എന്ന നമ്പർ കൊടുക്കുകയാണ്. നമ്പർ ഓഫ്, അപ്പൊ പി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പി എത്രയാണെന്നാണ് അപ്പൊ ചോദ്യം. ലെറ്റ് പി ബി ദ നമ്പർ ഓഫ് പെൻഡന്റ് വെർട്ടിസസ് ഇൻ എ ബൈനറി ട്രീ T.
ഓക്കെ, പി എന്നുള്ളതാണ് പെൻഡന്റ് വെർട്ടിസസുകളുടെ എണ്ണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് പി. പി എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബൈനറി ട്രീയുടെ വെർട്ടിസസിന്റെ ഒക്കെ ഒരു ധാരണയുണ്ട് അല്ലെ. n വെർട്ടിസസ് ആണെന്നാണ്, ടോട്ടൽ വെർട്ടിസസ് n ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ വെർട്ടിസസ് ഈക്വൽ ടു n. ഓക്കെ, അതില് ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി നമുക്കറിയാം ഈവൻ നമ്പർ ആണ്. ഓക്കെ, അത് എക്സാക്ട്ലി ഈവൻ നമ്പർ ആയിരിക്കും. ഓൾ അതേഴ്സ് ഹാവ് 1 or 3. 1 അല്ലെങ്കിൽ 3 വരുന്നത് ബാക്കിയുള്ളവരുടെ കേസാണ്. അവരുടെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തത്. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് പെൻഡന്റ് ആണെന്ന് നമ്മൾ ഇവിടെ എടുത്തു. പെൻഡന്റ് വെർട്ടിസസുകളുടെ എണ്ണാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ 3 ഡിഗ്രി വരാൻ സാധ്യതയുണ്ടല്ലേ. ബൈനറി ട്രീ ആണ്, തീർത്തും നമുക്ക് പറയാൻ പറ്റില്ല 3 ഡിഗ്രി ഇല്ല എന്നുള്ളത്. സോ 3 ഡിഗ്രി ഉള്ള വെർട്ടിസസുകളുടെ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ്, ഇവിടെ ഞാനിപ്പോ ഇത്രയും ക്ലൂ തന്നിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഡിഗ്രി 3 വരുന്ന വെർട്ടിസസുകളുടെ എണ്ണം. നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഡിഗ്രി 3 വരുന്ന ആർക്കെങ്കിലും പറയാമോ? ബൈനറി ട്രീ ആണ്, ഈവൻ അല്ലെങ്കിൽ സെക്കൻഡ് 2 ഡിഗ്രി വരുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. പെൻഡന്റ് അല്ലെങ്കിൽ ഡിഗ്രി 1 വരുന്നതൊക്കെ പി എന്നുള്ള പേര് കൊടുത്തു. ടോട്ടൽ വെർട്ടെക്സ് n ആണ്. എന്റെ ചോദ്യം ഇതാണ്, ഡിഗ്രി 3 വരുന്ന നമ്പർ ഓഫ് വെർട്ടെക്സ് എത്രയാണ്? നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഡിഗ്രി 3 any idea? n minus 1 plus p അല്ലേ? n minus 1 plus p ആണോ? n minus p minus 1. അതായത് n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ, അതിൽ നിന്ന് പെൻഡന്റ് കുറച്ചു, പിന്നെ 1 കുറയ്ക്കുന്ന എന്തുകൊണ്ടാ? 2 വെർട്ടെക്സ്, 2 ഡിഗ്രി വരുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, ഒറ്റയ്ക്ക് ഒരു വെർട്ടെക്സ്, അത് നമുക്കറിയാം 2 ഡിഗ്രി വരുന്നത്. ഇത് പെൻഡന്റ് ഡിഗ്രി, അതിൽ നിന്ന് കുറച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ടോട്ടലിൽ നിന്ന് പെൻഡന്റുകളുടെ എണ്ണം കുറച്ചു, ഡിഗ്രി 2 വരുന്നതും കുറച്ചു, ബാക്കിയുള്ളതാരാണ്? ഡിഗ്രി 3 വരുന്ന വെർട്ടെക്സുകൾ. ഓക്കെ, സോ ഡിഗ്രി 3 വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം n മൈനസ് പി മൈനസ് 1. അത് കിട്ടിയോ? മനസ്സിലായോ? അത് ഇത് ക്ലിയർ ആണോ? n പ്ലസ് എന്നാ പറഞ്ഞേ. ടോട്ടലിൽ നിന്ന് കുറയ്ക്കുമല്ലേ വേണ്ടത് ബാക്കിയുള്ളവരെ കിട്ടാൻ. n ടോട്ടൽ 1 സെക്കൻഡ് 2 ഡിഗ്രി വരുന്നത് പി, ഡിഗ്രി 2 വരുന്നത് ഡിഗ്രി 1 വരുന്നത് പി. നമുക്ക് വേണ്ടത് 3 ഡിഗ്രി വരുന്നത്. ഓക്കെ, 3 ഡിഗ്രി വരുന്നത് ടോട്ടലിൽ നിന്ന് ഓരോന്നായിട്ട് കുറയ്ക്കുന്നു. സോ ഡിഗ്രി 3 വരുന്നത് n മൈനസ് പി മൈനസ് 1. ഓക്കെ, നൗ ഞാനിവിടെ ഒരു തിയറം കോട്ട് ചെയ്യാണ്, handshaking theorem. By handshaking theorem we have sum of degree of v equal to twice the number of edges. Okay, മറ്റൊരു തിയറം, അതുപോലെ തന്നെ ഒരു തിയറം കോട്ട് ചെയ്യാണ്, a tree with n vertices has how many edges? A tree with n vertices has dash edges. ഒരു ട്രീക്ക് n വെർട്ടെക്സ് ഉണ്ട്, എത്ര എഡ്ജസ് ഉണ്ടാവും? n വെർട്ടെക്സ് ഉള്ള ട്രീക്ക് എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? പ്രോപ്പർട്ടി നമ്പർ 3 ആണ്. എനിക്ക് തോന്നുന്നു തിയറം 3.3 ആണ് ഞാൻ ചോദിക്കുന്നത്. ട്രീയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ട്രീയിലെ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അവിടെ ഓർത്തെടുക്കുക n മൈനസ് 1 എഡ്ജസ്, n മൈനസ് 1 എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ട് തിയറം, ഹാൻഡ് തിയറം 3.3 കൂടെ കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാം. അതായത് ഇവിടെ ഇയുടെ പ്ലേസിൽ നമുക്ക് ഇവിടെ n മൈനസ് 1 എന്ന് കൊടുക്കാം. നമുക്ക് ഓൾമോസ്റ്റ് ബാക്കി എല്ലാത്തിന്റെയും ഡിഗ്രീസ് ഒക്കെ ഒന്ന് വെച്ച് കമ്പൈൻ ചെയ്ത് നമുക്ക് പി ഒന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഹൗ മെനി പെൻഡന്റ് വെർട്ടെക്സ് എത്ര ഉണ്ടെന്നാണ് നമ്മളുടെ
question. So we have E equal to n minus 1. Okay. അത് നമ്മുടെ ഞാൻ ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിന് 1 കൊടുക്കാം. This E equal to n minus 1. Substitute in equation number 1. We get sigma degree of V equal to 2 into n minus 1. ഇവിടെ നിൽക്കട്ടെ, അത് ഞാനൊരു ടിക്കറ്റ് ഇവിടെ നിർത്താണ്. അടുത്തത് നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്താണെന്ന് നോക്കാം. സിഗ്മ ഡിഗ്രി ഓഫ് വി. നമുക്ക് ഓരോ വെർട്ടെക്സിനെയും പറ്റി ഇവിടെ ഒരു ഐഡിയ ഉണ്ട്. അതായത് എന്താണ്, പെൻഡന്റ് വെർട്ടെക്സുകൾക്ക് പി, പിന്നെന്താണ് ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു വെർട്ടെക്സ്. ഓക്കെ, സോറി, ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു വെർട്ടെക്സ്. ഓക്കെ, now we have to find sum of degrees of P. അപ്പൊ P എന്ന വെർട്ടെക്സ് ഉണ്ട്, പിന്നെന്താണ് ഒരു വെർട്ടെക്സ് ഡിഗ്രി 2 ഉണ്ട്, പിന്നെ നമുക്ക് 3 ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണമൊക്കെ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ P വരുന്നുണ്ട്, 2 ഡിഗ്രി വരുന്നത് ഒരാളുണ്ട്, പിന്നെ ഡിഗ്രി 3 വരുന്ന n മൈനസ് പി മൈനസ് 1 ഉണ്ട്. അപ്പൊ ഇത്രയും വെർട്ടെക്സ്. അപ്പോൾ പിയുടെ ഡിഗ്രി 1, ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 2, ബാക്കി n മൈനസ് പി മൈനസ് 1ന്റെ ഡിഗ്രി 3. സോ നമുക്ക് സം ഓഫ് ഡിഗ്രി ഓഫ് പി എങ്ങനെ കൊടുക്കാം? പിയുടെ ഡിഗ്രി 1 ആണ്, ദാറ്റ് ഇസ് 1 ഇൻറ്റു പി പ്ലസ് ഒരു വെർട്ടെക്സ് എക്സാക്ട്ലി 2 ഡിഗ്രി ആണ്, ദാറ്റ് ഇസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഡിഗ്രി വരുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്തു n മൈനസ് പി മൈനസ് 1. ഓക്കെ, അപ്പൊ സിഗ്മ ഡി ഓഫ് ഇനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് എഴുതാം. പി പ്ലസ് 2 പ്ലസ് 3n മൈനസ് 3p മൈനസ് 3. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ, ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് 3n മൈനസ് 2p മൈനസ് 1. അപ്പൊ സിഗ്മ ഡിഗ്രി ഓഫ് ബി എന്നുള്ളത് 3n മൈനസ് 2p മൈനസ് 1 എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ ടിക്ക് ഇട്ടിരിക്കുന്ന ഇക്വേഷനിൽ, അല്ലെങ്കിൽ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡ് സിഗ്മ ഡിഗ്രി ഓഫ് വിക്ക് പകരം നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത 3n മൈനസ് 2p മൈനസ് 1 എടുക്കാം. റൈറ്റ് സൈഡ് 2 ഇൻറ്റു ഇ, നമ്പർ ഓഫ് എഡ്ജസ്, 2 ഇൻറ്റു എഡ്ജുകളുടെ നമ്പർ, അത് ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി എന്ന വാല്യൂ കിട്ടും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ റൈറ്റ് സൈഡിനെ 2n മൈനസ് 2 എന്ന് കൊടുക്കാം, ഒന്ന് സോൾവ് ചെയ്തേക്കാം. സോ വി ഗെറ്റ് മൈനസ് 2p ഈക്വൽ ടു 2n മൈനസ് 2, ബാക്കിയുള്ളവരൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുവരാം, മൈനസ് 3n പ്ലസ് 1 ആകും. ദാറ്റ് ഈസ് 2n മൈനസ് 3n മൈനസ് n മൈനസ് 1 is equal to minus 2p. Now മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2p ഈക്വൽ ടു n പ്ലസ് 1, ദാറ്റ് ഇസ് p ഈക്വൽ ടു n പ്ലസ് 1 by 2. So we get the number of tangent vertex in a binary tree is n plus 1 by 2. Okay, അതാണ് പ്രോപ്പർട്ടി നമ്പർ 2 പറഞ്ഞിരിക്കുന്നത്. സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 തിയറം കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്.
പ്രോപ്പർട്ടി പറയുന്നത് പെൻഡന്റ് വേർട്ടിസസ് ഇൻ എ ബൈനറി ട്രീ വിത്ത് n vertices is n plus 1/2. ഓക്കെ, അപ്പൊ പെൻഡന്റ് വെർട്ടെക്സ് എന്താണെന്ന് അറിയണം. ഡിഗ്രി 1 ആയിട്ടുള്ള വെർട്ടെക്സിലെയാണ് പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ബൈനറി ട്രീയിൽ t എന്ന നമ്പർ പെൻഡന്റ് വെർട്ടെക്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഡിഗ്രി 2 ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഒരെണ്ണമാണെന്നും 3 ആയിട്ടുള്ള വെർട്ടെക്സുകളുടെ എണ്ണം ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് n - p - 1 എന്ന് നമുക്ക് കിട്ടി. ഇനി ഹാൻഡ് ഷേക്കിംഗ് തിയറവും ട്രീയുടെ പ്രോപ്പർട്ടി n വെർട്ടെക്സിന് n - 1 എഡ്ജസ് ഉണ്ട് എന്നുള്ള പ്രോപ്പർട്ടിയും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു ഫോർമുലയാക്കി എടുത്തു. അതായത് സിഗ്മ d ഓഫ് p ഈക്വൽ ടു 2 × n - 1. അവിടെ d ഓഫ് v, സിഗ്മ d ഓഫ് v, സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടെക്സ്, നമുക്ക് ഇവിടെ പെൻഡന്റ് ഉണ്ട്, ഡിഗ്രി 2 ആയിട്ടുള്ള ഒരാളുണ്ട്, ബാക്കി ഡിഗ്രി 3 ആയിട്ടുള്ള ഇത്രയും വെർട്ടിസസ് ഉണ്ട്. അതിനെ ഞങ്ങൾ കമ്പൈൻ ചെയ്ത് ഇക്വേഷൻ ആക്കി. ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പിയുടെ എണ്ണം n plus 1/2 എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ എത്ര ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. ഇതിന്റെ പ്രോപ്പർട്ടി ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.